ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് PSC പരീക്ഷകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു ഭാഗമാണ്. അതായത് ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്നായി കടം കൊണ്ട വസ്തുതകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ത്യ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാർലമെൻ്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, നിയമസമത്വം, ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, റിട്ടുകൾ, ദ്വിമണ്ഡലസഭ, തിരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്യം, CAG സ്പീക്കർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇന്ത്യ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. പാർലമെൻ്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, നിയമസമത്വം, ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, റിട്ടുകൾ, ദ്വിമണ്ഡലസഭ, തിരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്വം, CAG സ്പീക്കർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അടുത്തത് ഇന്ത്യ കാനഡയിൽ നിന്നും എന്തൊക്കെയാണെന്ന് കടമെടുത്തതെന്ന് നമുക്ക് നോക്കാം. ഫെഡറൽ സമ്പ്രദായം, അവശിഷ്ടാധികാരം, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ഗവർണർ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം. ഫെഡറൽ സമ്പ്രദായം, അവശിഷ്ടാധികാരം, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ഗവർണർ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം. ഇതൊക്കെയാണ് ഇന്ത്യ കാനഡയിൽ നിന്നും കടമെടുത്തത്. അടുത്തത് ഇന്ത്യ അയർലൻഡിൽ നിന്നും എന്തൊക്കെയാണെന്ന് കടമെടുത്തതെന്ന് നമുക്ക് നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്, നിർദ്ദേശക തത്വങ്ങളും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നതുമാണ് അയർലൻഡിൽ നിന്നും ഇന്ത്യ കടമെടുത്തത്. നെക്സ്റ്റ്, ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്നിവയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യ കടമെടുത്തത്. അടുത്തത് USA നിന്നും കടമെടുത്ത കാര്യങ്ങളാണ് മൗലികാവകാശങ്ങൾ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി. മൗലികാവകാശങ്ങൾ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി. നെക്സ്റ്റ്, ജർമ്മനിയിൽ നിന്നും ഇന്ത്യ കടമെടുത്തതാണ് അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് ഇന്ത്യ ജർമ്മനിയിൽ നിന്നും കടമെടുത്തതാണ്. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യ കടമെടുത്തത് കൺകറൻ്റ് ലിസ്റ്റ്, പാർലമെൻറ്റ് സമ്മേളനം, വ്യവസായം, വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം. കൺകറൻ്റ് ലിസ്റ്റ്, പാർലമെൻറ്റ് സമ്മേളനം, വ്യവസായം, വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം. ഫ്രഞ്ചിൽ നിന്നും ഇന്ത്യ കടമെടുത്തത് റിപ്പബ്ലിക്ക്, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. റിപ്പബ്ലിക്ക്, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം.